കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ദ ഫോക്കസ് എന്ന് പറയുന്ന അടുപ്പൂട്ടി ചർച്ചയുണ്ട്. അത് ഇരുട്ടുമുറിയിലാണ് നടത്തുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് അവരുടെ വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളും ഒക്കെ തന്നെ. അവരെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ എന്തുകൊണ്ടാണ് നിരോധിക്കാത്തത് എന്ന് ചോദിച്ചാൽ BJPക്കൊക്കെ വളരാൻ അവരും കൂടി ഈ നാട്ടിൽ വേണം, സഹായകമാകും എന്നുള്ളത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസമുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1-2 കൊല്ലമായിട്ട് CPMനെ അവർ അറഞ്ചം പുറഞ്ചം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാരണവും അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന്, ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്നൊരു വാക്കവർ കോയിൻ ചെയ്തിരുന്നു. അതായത് CPMും ഇടതും ഹിന്ദുത്വമൊക്കെ ഒന്നാണ് എന്ന് പറയുന്നൊരു വാക്കവർ കോയിൻ ചെയ്തിരുന്നു. അതിനുശേഷം നമുക്കറിയാം ഇതിൽ നിന്ന് വളർന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ഉദാഹരണത്തിന് നിലമ്പൂരിൽ M സ്വരാജ് മത്സരിച്ചപ്പോൾ ഒക്കെ തന്നെ അന്ന് നമ്മുടെ ഗോവിന്ദ മാഷ്ട കയ്യിൽ നിന്ന് അറിയാതെ വായിൽ നിന്ന് വീണു പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, RSSൻ്റെയും വോട്ട് വാങ്ങി മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് മുതൽ നേരത്തെ നമുക്കറിയാം ADGP MR അജിത് കുമാറിന് ചില ബന്ധങ്ങളുണ്ട്, ഈ ദത്താത്രേയ ഹൊസബളയെ കാണാൻ വിട്ടതെല്ലാം തന്നെ പിണറായിയാണ് എന്ന് പറയുന്ന ബന്ധം മുതൽ PM ശ്രീ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവരേതാണ്ട് ഒരു ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡിങ്ങുകയും അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ഒന്നടങ്ക വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് UDFലേക്ക് എത്താനുള്ള ഒരു പദ്ധതികളുമൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം നടന്നിരുന്നു. നമ്മളെല്ലാവരും മിക്ക ആളുകളും വിചാരിച്ചിരുന്നത് അതൊരു ഇലക്ഷന് വേണ്ടി മാത്രമുള്ളൊരു പ്ലാനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവർ വളരെ ഗംഭീരമായി നടപ്പിലാക്കി എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അങ്ങനെ ഗംഭീരമായി നടപ്പിലാക്കിയതുകൊണ്ടാണ് പ്രമോദ് രാമൻ അറിയാതിരുന്നൊരു പ്രമോ വീഡിയോയിൽ പറഞ്ഞിട്ട് പോയത്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കൗണ്ടിങ് ഡേയുടെ ഒരു പ്രമോ വീഡിയോ ചെയ്തിരുന്നു. ആ പ്രമോ വീഡിയോയിൽ പ്രമോദ് രാമൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് നമ്മളാണ്, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വോട്ടിൻ്റെ റിസൾട്ട് അറിയാനൊക്കെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളത് കൂടി പുള്ളി അറിയാതെ പറഞ്ഞു പോയിരുന്നു. പിന്നെ പുള്ളി കിടന്ന് മെഴുകിയിരുന്നു. പക്ഷേ എങ്കിലും സത്യം അതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവർ സെറ്റ് ചെയ്ത അജണ്ടകളിലേക്കാണ് കേരള രാഷ്ട്രീയം ചെന്ന് കയറിയത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ സംഘപരിവാറും ഒക്കെ സെറ്റ് ചെയ്ത അജണ്ടകളിലേക്ക് നടന്നു കയറുകയാണ്. ഗുണമുള്ളത് കൊണ്ട് കോൺഗ്രസും ഗുണമില്ലാത്തതൊക്കെ മനസ്സിലാക്കാതെ CPM ഒക്കെ തന്നെ ചെന്ന് കയറി കൊടുത്തത് എന്നുള്ളതാണ് വാസ്തവം. അതിൽ യഥാർത്ഥത്തിൽ കരുക്കളായിട്ട് CPI അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പെട്ടു. കാരണം PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാകാനൊക്കെ തന്നെ സഹായിക്കുകയും യഥാർത്ഥത്തിൽ CPMനും പിണറായിക്കും ഒക്കെ വലിയ തിരിച്ചടിയാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അവസാനിക്കും, ഈ പ്രശ്നം തീരും, അല്ലെങ്കിൽ ഈ ഒരു പ്രചരണം തീരുമെന്നാണ്. അങ്ങനെ തീരില്ല എന്ന് വിചാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇതിൻ്റെ ലാസ്റ്റത്തെ പാർട്ടിലേക്ക് എത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഇരയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. അദ്ദേഹം നിലമ്പൂരിൽ വന്നൊരു പ്രസംഗം നടത്തുകയും അതിനുശേഷവും അദ്ദേഹം ഒരു പരിധികൾ വിട്ടിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് തന്നെ ഇതാ മുസ്ലിം വിരുദ്ധനായിട്ടുള്ള വെള്ളാപ്പള്ളി അവിടെ നിൽക്കുന്നു. ആ വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിച്ച് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയൻ സ്വീകരിക്കുന്നു, ഇനിയും നിങ്ങൾ പിണറായി വോട്ട് ചെയ്യണോ എന്നൊക്കെ പല വലിയ ചോദ്യങ്ങൾ ഇവർ ഉയർത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത്തരം പ്രചരണങ്ങളിൽ വലിയ തോതിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതുമൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനിയെങ്കിലും പ്രിയപ്പെട്ട CPMും അതുപോലെ ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇടതുപക്ഷ ബുദ്ധിജീവികൾ അവർ പോലെയും പ്രചരണങ്ങളിൽ വീണിരുന്നു. അപ്പോൾ അതുവരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയും അവർ നിർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരെങ്ങനെയൊക്കെയാണ് ഇതിനെ വളച്ചൊടിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിന്ദു കൃഷ്ണ പോയി അവരുടെ ഒരു അനുഗ്രഹം വാങ്ങി. 82 വയസ്സുള്ള ഒരാളാണ്, അദ്ദേഹത്തെ കാണാൻ ചെന്നു. അവരൊന്ന് തല ഉരിച്ചു, തലയിൽ കൈവച്ചു എന്നുള്ളതിനും അപ്പുറത്തേക്ക് വലിയ സംഭവമായിട്ടൊന്നും അത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് തന്നെ റിജിൽ മാക്കുറ്റിയും അതുപോലെ തന്നെ VR അനൂപും പോലെയുള്ള കുറേ പേരൊക്കെ തന്നെ പ്രശ്നമുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ് ആ വിഷയം ഉയർന്നു വന്നത്. അല്ലാതെ BJPക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല, CPMനെ എതിർക്കാൻ കഴിയില്ല, ഒരു പ്രതിപക്ഷ പാർട്ടിയും അതിനെ എതിർത്തില്ല. അപ്പം മിണ്ടാതിരുന്നാൽ മതി. ആ വിഷയത്തിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിലൊക്കെ തന്നെ അജിംസൊക്കെ തന്നെ പറയുന്നത്, സതീശനെ ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി കണ്ടു. വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം ഒരു ഹെയ്റ്റ് മോങ്കർ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെന്ന് കണ്ടതിന് കുഴപ്പമില്ല, അദ്ദേഹം ഒരു വിദ്വേഷ പ്രസംഗാനല്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, വിദ്വേഷ പ്രസംഗാനല്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ, അദ്ദേഹം NDAയുടെ കൺവീനറാണ്. കേരളത്തിലെ NDA എന്ന് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതൊക്കെ ഒന്നെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്, VD സതീശനെ പോയി കണ്ടു എന്നുള്ള നിലക്ക് വളരെ അങ്ങോട്ട് ലളിതവൽക്കരിച്ച് കഴിയുകയാണ്. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരെ ഇവർ വീണ്ടും വാളെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ
വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിച്ചത് ആര് പിണറായി വിജയൻ പൊന്നാട അണിയിച്ചതും കാറിൽ കയറിയതുമൊക്കെ ഇവർ വീണ്ടും നിരന്തരമായ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി അവർ അടുത്തൊരു കാര്യം കൂടി ഏറ്റവും ഒടുവിൽ തമാശ കൂടി പറഞ്ഞു നോക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. തമാശ പറഞ്ഞത് വെള്ളാപ്പള്ളി കൂടി ഇതിനൊരു കാരണമായിട്ടുണ്ടാകും LDFിൻ്റെ തോൽവിക്ക് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ചിലപ്പോൾ ബിന്ദു കൃഷ്ണ നന്ദി പറയാൻ വേണ്ടി ചെന്നതായിരിക്കും. കാരണം നിങ്ങളിങ്ങനെ എതിരായിട്ട് ഞങ്ങൾക്കെതിരെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ജയിച്ചല്ലോ, അതുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി ചെന്നതായിരിക്കും എന്നുള്ളൊരു കമൻറ്റാണ് പറയുന്നത്. അപ്പോൾ തമാശക്കാണെങ്കിലും പകുതി പറയുന്ന പോലെ സീരിയസ് ആയിട്ടും അജിംസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് വെള്ളാപ്പള്ളി സീക്രട്ട് ഏജൻ്റ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഒരു ട്രോജൻ കുതിരയായി മാറിക്കൊണ്ട് CPMനെ തകർക്കാൻ വേണ്ടി വന്നതാണോ എന്ന് പറയുന്ന ചോദ്യങ്ങൾ കൂടി അവരിടുകയാണ്. ഇനി അത് കട്ടുകളായും റീലുകളായും ഒക്കെ തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ CPMും അതുപോലെ ഇടതുപക്ഷവും ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രചരണം മീഡിയ വണ്ണും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോ ഹിന്ദുത്വ ചാനലുകളുമൊന്നും അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും മനസ്സിലാക്കണം. ഇതിൻ്റെ ഭാഗമായി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞേക്കാം. കഴിഞ്ഞ 5 ദിവസവും ഏഷ്യാനെറ്റിൻ്റെ ചർച്ചകൾ എന്തായാലും ന്യൂസ് ചർച്ച ചെയ്തത് പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡാണ്. 2 ദിവസം 3 ദിവസം പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ് ചർച്ച ചെയ്തു. നവീൻ ബാബു കേസ് CPM അട്ടിമറിച്ചത് എങ്ങനെയെന്ന് ചർച്ച ചെയ്തു. ഗൺമാൻ വധശ്രമത്തിന് അകത്താകുമോ എന്നുള്ളത് ചർച്ച ചെയ്തു. അതേസമയം ഈ രാജ്യത്തെ പല ചാനലുകളിലും ചർച്ച ചെയ്യേണ്ടിയിരുന്നത് നീറ്റിൻ്റെയും CBSEൻ്റെയും അതുപോലെ തന്നെ പരീക്ഷാ നടത്തിപ്പുകളിലെ വീഴ്ചയും പെട്രോൾ ഡീസൽ വില വർധനവും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഗ്യാസിൻ്റെ വർധനവും തിരുവനന്തപുരത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പാളിയതും തിരുവനന്തപുരത്ത് ഒരു ഓടയിൽ നിന്ന് വെള്ളം കയറി ആളുകൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടിയതും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുമൊന്നും ചർച്ചയായില്ല എന്ന് മാത്രമല്ല, മറുനാടനെ പോലെയുള്ള ചില ആളുകളിരുന്ന് VV രാജേഷെ പുകഴ്ത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുന്ന ഞങ്ങളുടെ പുകഴ്ത്തിയതിനും തെറ്റില്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പല ആളുകളുടെ കയ്യിൽ നിന്നുള്ള സംഭാവന മേടിച്ചൊരു മേയർ കെയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി വീട് വെക്കാൻ അനുവദിക്കുകയും വയനാട്ടിലൊരു വീട് വെച്ച് കൊടുക്കുകയും മറ്റ് ചില ആളുകൾക്ക് വീട് പണിത് കൊടുക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. കൂടാതെ ഓരോ സ്കൂളുകളിലെയും നിരവധി കുട്ടികൾക്ക് 1000 രൂപയുടെ ഒരു കിറ്റ് കൊടുക്കാൻ കൂടി തീരുമാനിച്ചു. അത് ഗംഭീരമായ പരിപാടിയാണ്. ഈ മേയർ കേരളം തൂക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഈ CPMൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ ഒക്കെ തന്നെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങൾക്കോ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരു തരത്തിലുമുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ഈ പ്രചരണങ്ങൾക്ക് കഴിയാനോ എതിരായി പ്രവർത്തിക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് 37% വോട്ട് ഇത്തവണ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോലും കാര്യമില്ല. കാരണം മറ്റൊരു കക്ഷി കൂടി സൈഡിലൂടെ വളർന്നു വരുന്നുണ്ട്. അത് BJP ആണെന്നുള്ളത് മറന്നു പോകരുത്. ആ വളർച്ചയ്ക്ക് സൗകര്യമൊരുക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയും ഇത്തരം ഏഷ്യാനെറ്റും അടക്കം മറുനാടടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി സീക്രട്ട് ഏജൻ്റ് ആവുകയും ആ സീക്രട്ട് ഏജൻറ്റിന് കൊടപിടിച്ചു കൊടുത്തൊരു പാർട്ടിയായി മാറുകയും അല്ലെങ്കിൽ അവരെ സീക്രട്ട് ഏജൻറ്റ് വന്ന് മണ്ടന്മാരാക്കിയ ഒരു പാർട്ടിയായും ഒക്കെ CPM അടക്കമുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഇടതുപക്ഷത്തെ നേതാക്കൾ മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ പ്രേക്ഷകരോടൊപ്പം പറയാനുള്ളത്. നിങ്ങളുടെ പോസ്റ്റുകളിലും നിങ്ങളുടെ വീഡിയോകളിലും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾച്ചേർക്കണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ കേരളം ഒരു വർഗീയ വിഭജനത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന അല്ലെങ്കിൽ അത്തരം പാർട്ടികൾ മാത്രമുള്ള ഒരു സംസ്ഥാനമായി മാറാൻ അധിക കാലം വേണ്ടി വരില്ല.